ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈൻ മെസ്സേജ് അല്ലെങ്കിൽ യൂണിവേഴ്സ് മെസ്സേജ്. നിങ്ങളിപ്പോൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, റീഡിങ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണും ആ ടൈം തൊട്ട് നിങ്ങൾക്ക് റിസണേറ്റ് ആവുണ്ടാവും. അതേപോലെ തന്നെ ഞാനിത് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ്, എൻ്റെ ഒരു ഇന്നർ പീസിന് വേണ്ടിയിട്ട് എടുക്കുന്ന റീഡിങ്സ് ആണ്. സോ നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാതെ അത് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യുക, നെഗറ്റീവ് തോട്ട്സ് എല്ലാം വിട്ടുകളയുക. സോ ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾ എപ്പോൾ ഇത് കണ്ടാലും ആ ഒരു ടൈം തൊട്ട് നിങ്ങൾക്ക് ഇത് റിസണേറ്റ് ആയിട്ട് തുടങ്ങണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും ചാനലുണ്ട്, എന്താ പറയുക, ഹീലിംഗ് ഏഞ്ചൽസ് ടാരോട്ട് തന്നെയാണ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ഒക്കെ കാണുന്ന ആഗ്രഹമുള്ളവർ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് റീഡിങ്സ് നോക്കാവുന്നതാണ്. ഓക്കെ, അഗെയിൻ ചിലരുടെ അടുത്ത് പേഴ്സണൽ റീഡിങ് ചോദിക്കുന്നവരുണ്ട്. യൂട്യൂബ് ചാനൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തുനിന്ന് എനിക്ക് DM ചെയ്യാം. സോ നമുക്ക് റീഡിങ് നോക്കാം. എല്ലാവരും ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് റീഡിങ് കാണാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം ഡിവൈൻ മെസ്സേജ് എന്താണെന്ന്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്, അവരിപ്പോൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് 3 കാർഡ്സ് വേണ്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് ദ വോയിസ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞൊരു കാർഡ്, അഗെയിൻ ജോയ്, ദെൻ ഗുഡ്നസ്. 3 കാർഡ്സാണ് വേണ്ടിയിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ വ്യൂവേഴ്സ് അറിഞ്ഞിരിക്കുകയാണ്. വ്യൂവേഴ്സ് എല്ലാം ഭയങ്കര ഡൗൺ സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ്, എന്താ പറയുക, ഒരു കാർഡാണ് നമ്മൾ പറഞ്ഞത്, പക്ഷെ നമുക്ക് 2 കാർഡ് വന്നിട്ടുണ്ട്. ഐ ഹോപ്സ് നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന്. ആക്ഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. എഗെയിൻ നമുക്ക് ഫെയ്ത്ത്ഫുൾനെസ്സിൻ്റെ എനർജി. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ലിസൺ ടു ലൈഫ്. സോ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ലിസൺ ടു യുവർ ലൈഫ്. ഓക്കെ, ഓക്കെ. സോ ഫസ്റ്റ് കാർഡ് ഞാൻ പറഞ്ഞു ദ വോയിസ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ഒരു കാർഡാണ് വന്നേക്കുന്നത്. അതായത് ആ എനർജി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിലെ, അതായത് നിങ്ങളുടെ ഹാർട്ടിനെ എപ്പോഴും പറയും നമ്മൾ മൈൻഡ് വെച്ച് ഒരിക്കലും തിങ്ക് ചെയ്യരുത്. മൈൻഡ് പറയുന്നത് 3Dയിലെ കാര്യവും, ഹാർട്ട് പറയുന്നത് നമ്മുടെ സോളിന്റെ സൗണ്ടുമാണ്. നമ്മുടെ സോളിന്റെ, നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ഇപ്പോൾ 7 ജന്മം ഉണ്ടെങ്കിൽ 7 ജന്മം ഒരേ സോൾസ് തന്നെ ആയിരിക്കും. നമ്മുടെ ഫീച്ചേഴ്സ് മാത്രമേ മാറുള്ളൂ, ബോഡി മാറും, പക്ഷേ സോൾസ് എപ്പോഴും ഒറ്റ സോൾസേ ഒരു മനുഷ്യന് കിട്ടത്തുള്ളൂ. സോ നിങ്ങളോട് ഇവിടെ പറയുന്നത് കാമായിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ സോളിന്റെ സൗണ്ട് കേൾക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങളെ കഴിഞ്ഞ് നിങ്ങളുടെ സോളിനാണ് തിരിച്ചറിയാൻ പറ്റുക. സോ നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് പറയുന്നത് കേൾക്കുന്നതാണ് ഇവിടുന്ന് യൂണിവേഴ്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരിയായ ദിശയിൽ കൂടി ആയിരിക്കില്ല പോകണ്ടാവുക. നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, പല ആവശ്യങ്ങളുണ്ടാവും, പക്ഷെ അതൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പ്രാക്ടിക്കാലിറ്റിയിൽ നിന്നിട്ട് മൈൻഡ് വെച്ച് തിങ്ക് ചെയ്ത് കുറേ പേര് മുമ്പോട്ട് പോകുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ സോൾ എന്താ ചെയ്യുക, സോൾ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യും. ആ സോളിൻ്റെ സ്ട്രഗിളാണ് നിങ്ങൾ പലതരത്തിൽ ഇമോഷണലി ഡൗൺ ആവുക, അതേപോലെ തന്നെ പല ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ സോള് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നാണ്. ഓക്കെ, ഹാർട്ട് പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാലാണ് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കാലിറ്റി നിന്നിട്ട് സൊസൈറ്റി പാറ്റേൺ അനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും ലൈഫിൽ സമാധാനം കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, അല്ലാണ്ട് സൊസൈറ്റിയിലെ റിലേറ്റീവ്സോ സൊസൈറ്റിയോ ഈവൻ നിങ്ങളുടെ ഫാദറോ മദറോ അങ്ങനെയുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല ജീവിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ് കൊണ്ട് അർത്ഥാക്കേണ്ടത്. സെക്കൻഡ് കാർഡ് ഇവിടുന്ന് യൂണിവേഴ്സ് പറയുന്നത് ജോയ് മീൻസ് ആ ഒരു രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയാലേ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യണ്ടോ ആ സ്ട്രഗിളൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ആവുള്ളൂ. ഓക്കെ, മീൻസ് നിങ്ങൾ സൊസൈറ്റി പാറ്റേൺ അവസാനിപ്പിച്ച് എന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണോ അന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക് ക്രിയേറ്റ് ആയിട്ട് വരും, ഭയങ്കര ഹാപ്പിനെസ് വരും. സോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കാരണം നിങ്ങളെല്ലാവരും ഡൗൺ സിറ്റുവേഷൻ ആയിരിക്കാം, എന്തെങ്കിലും കാർമിക് സൈക്കിളിൽ നിങ്ങളുടെ ലൈഫിൽ കൂടി പോകുന്നുണ്ടാവാം. പക്ഷെ ഇതൊക്കെ അവസാനിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു
സൊസൈറ്റി പാറ്റേൺ നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജിൽ പറയുന്നത്. ഓക്കെ, നിങ്ങളിവിടെ എഗെയിൻ നമുക്ക് വന്നത് ഒരു ഗുഡ്നെസിന്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ, ഞാൻ പറഞ്ഞ സൊസൈറ്റി പാറ്റേൺ, ആ ഒരു സൊസൈറ്റി പാറ്റേൺ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്താ പറയുക ഒരു ചിലർ എന്താണോ അച്ഛനും അമ്മയും അതിന്റെ മുതിർന്നവരും ചെയ്തേക്കുന്നത് അതേപോലെ പഠിച്ച് മുമ്പോട്ട് പോകണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലവ് മാരേജിന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ ഫാമിലി എന്താണ് ശീലിച്ചത് അതേ കാര്യം ശീലിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഹാപ്പിനെസ്സും സമാധാനവും കിട്ടത്തില്ല, ഇന്നർ പീസ് ഉണ്ടാവില്ല. അവർക്ക് ഇന്നർ പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കണം. ഇവിടെ ഒരു 99% ആൾക്കാർ നമുക്കറിയാം സൊസൈറ്റി പാറ്റേൺ അനുസരിച്ച് ഇഷ്ടങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് മക്കൾക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടി നാട്ടുകാർ എന്ത് പറയുന്നു കരുതിയിട്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. അതെന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്യണോ അന്നേ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ എന്നാണ് ഡിവൈൻ മെസ്സേജിലൂടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഷാഡോ സെൽഫ് ആണ്. മീൻസ് ഇവിടെ കുറെ പേർക്കൊക്കെ ഇന്ന ഷാഡോ സെൽഫ് എന്താ പറയാ റിലീസ് ചെയ്യാനുണ്ട്. നിങ്ങൾ നല്ല രീതിക്ക് മാനിഫെസ്റ്റേഷൻ പവറുള്ള വ്യക്തികളാണ്, പ്രാക്ടിക്കാലിറ്റിയിൽ നിൽക്കുന്നവരാണ്. പ്രാക്ടിക്കാലിറ്റി നമുക്ക് വേണം, പക്ഷെ ഇന്ന പീസ് കിട്ടണമെങ്കിൽ എപ്പോഴും ഇമോഷണൽ സൈഡ് ബാലൻസ് ചെയ്ത് വരേണ്ടത് അത്യാവശ്യമാണ് നമുക്ക്. നിങ്ങളുടെ നല്ലതായ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങളുടെ ഈ പ്രാക്ടിക്കാലിറ്റി നിൽക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ചില സമയത്ത് റൂഡ് ആവുണ്ടാവാം, നിങ്ങൾ പറയാൻ പാടില്ലാത്തത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളോട് പറയണ്ടാവാം. അതൊക്കെ നല്ല രീതിക്ക് ഇപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഒന്ന് റൂഡായിട്ട് ഒന്ന് മുഖം കറുപ്പിച്ച് പറയുന്ന വാക്കുകൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നല്ല രീതിക്ക് ഹേർട്ടായി. ആ ഹേർട്ട് ആവുന്ന കാര്യം ഒരു കർമ്മയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ കർമ്മ തിരിച്ചു കിട്ടാൻ പോകുന്നത്. എഗെയിൻ ഇവിടെ ആക്ഷന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ആക്ഷന്റെ കാർഡ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ, ഇതിനകത്ത് കുറെ മാരിറ്റൽ അഫെയർ ഉള്ള വ്യക്തികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സിംഗിൾസിന്റെ എനർജി ഒരുപാട് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ്, അതായത് നിങ്ങളുടെ ഹാർട്ട് എന്താണ് പറയണത്, നിങ്ങളുടെ സോളിന്റെ സൗണ്ട് എന്താണോ അത് കേൾക്കാനാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആക്ഷൻ നിൽക്കുക. ഇപ്പൊ മാരിറ്റൽ അഫെയറിലുള്ളവർ സെപ്പറേറ്റ് ആണ്, നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയി മാറി നിൽക്കണവരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കാമായിട്ടിരിക്കുക, എന്നിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ വേണോ. ഒരിക്കലും മാരിറ്റൽ അഫെയർ തെറ്റാന്ന് ഞാൻ പറയില്ല, അതൊക്കെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളാണ്. ഓക്കെ, അത് ജഡ്ജ് ചെയ്യാനൊന്നും ഞാൻ എവിടെ എത്തിയിട്ടില്ല. ഈ പറഞ്ഞ ഞാൻ സ്പിരിച്വാലിറ്റിയുടെ കീഴെ ഈ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാനും ഫുള്ളി സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാനും അതിലേക്ക് എത്തിപ്പെടുന്ന ഒരാള്, മീൻസ് നിങ്ങളെ പോലെ തുടക്കക്കാർ മാത്രമാണ് ഞാൻ. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ പഠിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്കായിട്ട് കാർമിക് കണക്ഷൻ വരുമ്പോൾ നമ്മൾ ലെസൺ ലേൺ ചെയ്യണം. നമ്മൾ കർമ്മ റിലീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലെസൺ ലേൺ ചെയ്യുക, അല്ലെങ്കിൽ അത് നമുക്ക് പാറ്റേൺ ആയിട്ട് എഗെയിൻ നമ്മുടെ ലൈഫിൽ കൂടി പോയിക്കൊണ്ടിരിക്കും. നിങ്ങളോട് പറയുന്നത് ഇവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പറയുന്നത്. അതായത് ആ ഒരു കണക്ഷൻ നിങ്ങൾ ഫോഴ്സ് ചെയ്യണ്ട. ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ നിങ്ങളെ വേണോ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതർവൈസ് അവർ ചേസ് ചെയ്യോ അവരുടെ പുറകെ പോവോ ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ വാല്യൂവും ബോത്തും ഇല്ലാതാക്കണതിന് തുല്യമാണ്. നമ്മളെപ്പോൾ നമ്മുടെ വാല്യൂവും ബോത്തും മനസ്സിലാക്കണം, അപ്പോഴേ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും നമ്മുടെ വാല്യൂവും ബോത്തും മനസ്സിലാവുള്ളൂ. അതർവൈസ് നിങ്ങൾ എപ്പോഴും ഒരു വിലയില്ലാത്ത മനുഷ്യന്മാരായിട്ടാണ് അവർ കണക്കാക്കുള്ളൂ. കാരണം നിങ്ങൾ എപ്പോഴും പുറകെ നടക്കുന്നുണ്ട്, പിന്നെ അയാളായിട്ട് എന്തിനും നിങ്ങളുടെ പുറകെ വന്നത് അതിന്റെ ആവശ്യമുണ്ടോ? എപ്പോഴും കിട്ടാത്തത് പിടിക്കാനേ എല്ലാ മനുഷ്യന്മാരും നോക്കുള്ളൂ, കിട്ടണതിന്റെ പുറകെ ഒരാളും പോവില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ എനർജിയാണ്, അതായത് ട്രാൻസിഷന്റെ എനർജി. ഇപ്പൊ നിങ്ങൾ നമ്മളൊരു ബ്രേക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നിങ്ങളിൽ കുറെ പേരൊക്കെ ഒരു 50% ആൾക്കാർ സെൽഫ് ലവ് സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. സോ നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റേജാണിത്. നിങ്ങളുടെ കരിയറിന്റെ നിങ്ങളുടെ ഫിനാൻസിന്റെ ഒക്കെ ഗ്രോത്ത് സ്റ്റേജിലെത്തി നിൽക്കുന്ന ആളുകളാണ്. ആ ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് നിങ്ങളെ പോവാനായിട്ട് എന്താ പറയാ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങളുടെ ഈ പാർട്ട്ണർഷിപ്പിൽ, അതായത് നിങ്ങളുടെ കൂടെ നിന്ന് ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്. അയാളെ കഴിഞ്ഞ് മുമ്പിലേക്ക് എത്തണം, അല്ലെങ്കിൽ അയാൾ കാണാൻ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു വാശിയാണ് നിങ്ങളെ ഇപ്പൊ ഈ ഒരു സെൽഫ് കെയർ സെൽഫ് ഗ്രോത്തിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും, അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ആരാണോ അയാളോട് താങ്ക് യു പറയാം. നമ്മളിപ്പോ കാർമിക് പാർട്ട്ണർ ആണെങ്കിൽ പോലും ഇവൻ അയാൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ലെസൺ ലേൺ ചെയ്ത് തന്നിട്ടുണ്ട്.
സോ അയാൾ നിങ്ങളുടെ ഗുരുസ്ഥാനത്താണ് ഇപ്പോൾ, മനസ്സിലായോ? അയാൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ വ്യക്തിയാണെങ്കിൽ പോലും നമുക്കൊരു പാഠം പഠിപ്പിക്കുന്ന വ്യക്തി ആരായിക്കോട്ടെ, അവർ നമ്മുടെ ഗുരുതുല്യരാണ് എന്നത് മനസ്സിലാക്കുക. എന്നിട്ട് ആ വ്യക്തിക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്ന് ഫോർഗീവ് ചെയ്യണോ അന്ന് അയാൾക്ക് ട്രിഗർ ചെയ്യാൻ തുടങ്ങും, അന്ന് അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അതർവൈസ് നിങ്ങളുടെ എനർജി അയാൾക്ക് കൊടുക്കുന്ന കാലം വരെ അയാൾ നിങ്ങളെ തെരഞ്ഞു പുറകെ വരാൻ പോണില്ല. സോ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ചലഞ്ചസും ഒപ്റ്റിക്കൽസ് ഒക്കെ നിങ്ങളുടെ ഒരു കണക്ഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ ന്യൂ ലവ് വരേണ്ടാവാം, ന്യൂ പ്രപ്പോസൽ വരേണ്ടാവാം, ന്യൂ പേഴ്സൺ തന്നെ ചിലർക്കൊക്കെ ഓൺ ദ വേ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഫിയർ ഓഫ് ലവ് കാണുന്നുണ്ട്, നല്ല രീതിക്ക് പേടി കാണുന്നുണ്ട് ഇവിടെ പലർക്കും. അതായത് ഇനിയും ഒരു കുഴിയിൽ ചെന്ന് ചാടണോ, ഇനി ഞാൻ ഇതിനകത്ത് നിൽക്കണോ എന്നുള്ള ചിന്തയുണ്ട്. എഗെയിൻ നമുക്ക് വന്ന എനർജി ഫെയ്ത്ത്ഫുൾനെസിന്റെ എനർജിയാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൈൻഡിനോട് കമ്മിറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ലെസൺ ലേൺ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെസൺ ലേൺ ചെയ്തതിൻ്റെയാണ് നിങ്ങളുടെ ഇവിടെ ഗ്രോത്ത് സ്റ്റേജിനെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സോളിന് എന്താണ് വേണ്ടത് അത് കേൾക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ ഒരു 57% ആൾക്കാർ നിൽക്കുന്നത്. അതായത് യൂണിവേഴ്സിന്റെ സൗണ്ട് കേൾക്കണം, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കിട്ടണ്ടാവും. ചിലർക്കൊക്കെ ചിലർ എന്താ പറയുക, അതിന്റെ സയൻസ് കണ്ടാൽ 1010 ഏഞ്ചൽ നമ്പേഴ്സ് 311 322 888 ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണണ്ടോ നോക്കാം. യുണീക്ക് ആയിട്ടുള്ള ടൈംസ് നിങ്ങൾ ക്ലോക്കിൽ കാണോ മൊബൈലിൽ കാണണ്ടോ നോക്കാം. ഫെദേഴ്സ് കാണണ്ടോ നോക്കാം. അതേപോലെ തന്നെ ട്വിങ്സ് ആയിട്ടുള്ള നമ്മൾ അറിയില്ലേ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ ട്വിങ്സ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണണ്ടോ നോക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത്. അതായത് അവിടുന്ന് കിട്ടുന്ന സയൻസ്. ലിസൺ ടു ലൈഫ് എന്നാ പറഞ്ഞേക്കുന്നത്. സോ ഓവറോൾ എനർജി നിങ്ങളോട് നിങ്ങളുടെ ലൈഫ് നോക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുറേ ആളുകളുണ്ടാവും, പൈസ ഉണ്ടെങ്കിൽ കൂടെ നടക്കാൻ ആളുണ്ടാവും. അതർവൈസ് എല്ലാവരും കറിവേപ്പില പോലെ വലിച്ചിട്ട് പോകുന്നുണ്ടാവും. നിങ്ങളുടെ സക്സസിലേക്കുള്ള ആ ഒരു കാലഘട്ടമാണ്. സോ സക്സസിന് വേണ്ടിയിട്ട് നിൽക്കുക. ഈ ഒരു വ്യക്തി ഇല്ലാന്ന് വെച്ചിട്ട് ജീവിതം അവസാനിച്ചൊന്നും പോകത്തില്ല ആരുടെ. നമ്മൾ ജനിച്ചത് അയാളുടെ കൂടെയല്ല, നമ്മൾ മരിക്കുമ്പോഴും അയാൾ വരത്തില്ല. നമ്മൾ മരിച്ച അയാൾ വരും കൂടെ മരിക്കാൻ വരത്തില്ല. ഒരു 10 ദിവസം കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ വേറെ പെണ്ണിന്റെ കൂടെ പോകണ്ടാവും, അല്ലെങ്കിൽ ആ പെണ്ണ് വേറെ ചെക്കൻ്റെ കൂടെ പോകണ്ടാവും. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി എന്നും ഫാമിലിയെ കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഒരു പരിധിവരെ ഫാമിലിയും ഉണ്ടാവും, അത് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിട്ട് ജീവിക്കുക. ഇനി എനിക്കറിയാം ഇമോഷൻസ് ഉണ്ട്, ഇമോഷൻസിനെ ആരെക്കൊണ്ടും ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സിലാക്കി അയാൾക്കും ഫാമിലി ഉണ്ട്, നിങ്ങൾക്കും ഫാമിലി ഉണ്ട്. അപ്പം മാരിറ്റൽ അഫെയർ ആകുമ്പോൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാം. അപ്പം അവിടെ ഞാൻ പറയട്ടെ, നമ്മൾ ഹോപ്പ് വെക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരിക. മീൻസ് നമ്മൾ അയാളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിട്ട് കിട്ടാണ്ടാകുമ്പോഴാണ് നമുക്ക് സാഡ് ആവുക, നമ്മൾ ഡൗൺ ആവുക. ഈ പറഞ്ഞ കർമ്മയും കാര്യങ്ങളും നമുക്ക് വരണ്ടാവുക. നമ്മൾ ഹോപ്പ് വെക്കാതിരിക്കുക. ഹോപ്പ് വെക്കാതെ നമുക്ക് എന്ത് സാധനം ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് കിട്ടിയാലും അത് ബോണസ് പോയിന്റാ, മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സാധനം അത് എന്ത് തന്നെയായാലും നമുക്ക് ഹാപ്പി ആയിരിക്കും നമ്മൾ. സോ അത് പ്രതീക്ഷിക്കാതിരിക്കുക. ആ ഒരു വ്യക്തി എനിക്ക് വേണ്ടി ജീവിക്കും, എനിക്ക് അത് തരും ഇത് തരും, ഒരു ഹോപ്പും വെക്കരുത് അതിനകത്ത്. ഹോപ്പ് വെക്കാതെ കിട്ടുന്ന ഓരോ സാധനങ്ങൾക്കും മധുരം കൂടുന്ന പറയാ. സോ അതേപോലെ നോക്കി നോക്കാം. മാരിറ്റൽ അഫെയർ വേണം എന്നുള്ളവർ, ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയുമില്ല, എന്നത് മോശമാണെന്ന് പറയുകയുമില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങളോട് നിങ്ങളുടെ സോളിന്റെ സൗണ്ട് ആയിട്ട് ജീവിക്കാനാണ് പറയുന്നത്. അതേപോലെ തന്നെ കരിയർ ഫോക്കസ് ചെയ്യാനും. നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. റീഡിംഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് റീഡിംഗിൽ കാണാം.